കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം അങ്ങനെ തന്നെയാകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ദൈവത്തിന് മഹത്വം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ വായിച്ചു കേൾപ്പിച്ചത്. ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ മുൻപിൽ എല്ലാ ആരാധനയും പുകഴ്ചയും മഹത്വം അർപ്പിച്ചുകൊണ്ട് ബഹുമാന്യ ശ്രോതാക്കളെ ദൈവസ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. വായിച്ചു കേട്ട തിരുവഴുത്തിലൂടെ പരിശുദ്ധാത്മ നൽകിയ ആലോചന പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുമല്ലോ. എന്നെ സന്തോഷിപ്പിച്ച വചനം, എന്നെ ചിന്തിപ്പിച്ച വചനമെന്നൊക്കെ സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ എന്നെ തിരുത്തിയ വചനമെന്നോ എന്നെ ശുദ്ധീകരിച്ച വചനമെന്നോ പറഞ്ഞു കേൾക്കുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. ഈ ദിവസം പരിശുദ്ധാത്മ നൽകുന്ന സ്വർഗീയ ആലോചന എന്റെ പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും മാത്രമല്ല ശുദ്ധീകരിക്കുകയും തിരുത്തുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് തന്റെ വചനം ശ്രദ്ധിച്ച ജനത്തോട് പറഞ്ഞു, യോഹന്നാൻ 15:3, നിങ്ങൾ കേട്ട വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായി തീർന്നു. കുഞ്ഞുങ്ങളെ, വചനത്തിന്റെ കേൾവി ഗുണീകരണത്തിനും ശാസനത്തിനും ഉപദേശത്തിനും മാത്രമല്ല ശുദ്ധീകരണത്തിനും തിരുത്തലിനും കാരണമാകുന്നു. ഗുണീകരണവും ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും വിടുതലും സൗഖ്യവും സമൃദ്ധിയും ആശ്വാസവും വചന കേൾവിയിൽ ഉണ്ടാകുമെന്നുള്ളത് സത്യം തന്നെ, അനുഭവിച്ചറിയുന്ന വസ്തുതയാണ്. എന്നാൽ തിരുവചന കേൾവിയുടെ ആത്യന്തിക ലക്ഷ്യം, ഉദ്ദേശം ഇതൊന്നുമല്ല. ശ്രോതാക്കളെ ആമേൻ ദൈവാനുരൂപനായി സൃഷ്ടിച്ച് നിത്യതയിലെത്തിക്കുക എന്നുള്ളതാണ് വചനം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എഫെസോസിൽ വെച്ച് AD 90 വിശുദ്ധ യോഹന്നാൻ ഈ ലേഖനം എഴുതിയെന്ന് കണക്കാക്കപ്പെടുന്നു. എക്കാലത്തുമുള്ള ദൈവകുഞ്ഞുങ്ങൾക്ക് ആശ്വാസവും ആനന്ദവും വഴികാട്ടിയുമായി ജ്വലിച്ചു നിൽക്കുന്ന 5 പുസ്തകങ്ങൾ യോഹന്നാനെ കൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതിച്ചു. ക്രിസ്തുവിന്റെ ജഡാവതാരത്തിന് പ്രാധാന്യം കൊടുക്കാതെ താൻ യേശുവിന്റെ ദൈവത്വം വെളിപ്പെടുത്തണമുള്ള അദമ്യമായ ആഗ്രഹം നിമിത്തം കർത്താവിന്റെ ജനന വൃത്താന്തം പോലും യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ആ സ്ഥലം കൂടി ക്രിസ്തു ദൈവമെന്ന് തെളിയിക്കുകയാണ്. താൻ സുവിശേഷം എഴുതിന്റെ ഉദ്ദേശം പറയുന്നതെന്ന് കേൾക്ക്. യോഹന്നാൻ 20:31, യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിത്യജീവൻ ഉണ്ടാകേണ്ടതിനും ഞാൻ ഇതെഴുതിയിരിക്കുന്നു. അനുവാചകർ യേശു ദൈവപുത്രനെന്ന് വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കണം. അതിൽ കുറഞ്ഞുള്ള ആഗ്രഹമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാന്റെ കൃതികളിൽ കാതലായ 3 സന്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. സുവിശേഷത്തിൽ താൻ ക്രിസ്തുവിനെ വെളിച്ചമായി ചിത്രീകരിക്കുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ ക്രിസ്തു. ലേഖനത്തിൽ അത് കുറെ കൂടി വ്യക്തമാക്കുന്നുണ്ട്. അവനിൽ ഇരുട്ടിന്റെ അംശം ഒട്ടുമില്ല. എന്നിട്ട് താൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്, അവൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ നിങ്ങളും വെളിച്ചത്തിലിരിക്കണം. ദൈവത്തിന് മഹത്വം. യോഹന്നാൻ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന 2ാമത്തെ കാര്യം സ്നേഹമായ ക്രിസ്തു. അതാണ്. ദൈവത്തിന് സ്തോത്രം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കണം, സ്നേഹത്തിൽ വസിക്കണം, സ്നേഹത്തിൽ തികഞ്ഞവരാകണം. സ്നേഹം, തികഞ്ഞ സ്നേഹമാണ് ഭയത്തെ പുറത്താക്കുന്നത്. ഇങ്ങനെ തുടങ്ങി ഏറ്റവും കൂടുതൽ സ്നേഹത്തെപ്പറ്റി എഴുതിയിരിക്കുന്ന യോഹന്നാനായതുകൊണ്ട് വേദപണ്ഡിതാക്കൾ അദ്ദേഹത്തെ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് പോലും വിളിക്കുന്നുണ്ട്. 3ാമതായിട്ട് യോഹന്നാൻ യേശുവിനെ ജീവനായ ക്രിസ്തു അങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. 1 യോഹന്നാൻ 1:4 നോക്ക്. അവനാരും ജീവൻ കൊടുത്തതല്ല, അവരിൽ ജീവൻ ഉണ്ടായിരുന്നു. നിത്യജീവൻ തരുന്ന ക്രിസ്തു, ജീവനുള്ള വെള്ളം തരുന്ന ക്രിസ്തു, മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്ന ക്രിസ്തു, ജീവന്റെ അപ്പമായ ക്രിസ്തു, ജീവന്റെ ജലം ആയ ക്രിസ്തു, അവൻ നിത്യജീവന്റെ വചനമായ ക്രിസ്തു, സമൃദ്ധിയായ ജീവൻ, പുനരുത്ഥാനവും ജീവനുമായ ക്രിസ്തു, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ക്രിസ്തു, വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു. ഇങ്ങനെ ക്രിസ്തുവിനെ ജീവനായി വെളിപ്പെടുത്തുവാൻ യോഹന്നാൻ അദമ്യമായി ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി പരിശുദ്ധാത്മ നൽകിയ തിരുവെഴുത്തിലേക്ക് നമുക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. ദൈവത്തിന് മഹത്വം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ഇപ്പോൾ നാം ആരാണ്? ഇനി നാം എന്താകും? ഇപ്പോൾ നാം ദൈവമക്കളാണ്. ഇനി നാം ക്രിസ്തുവിനെ പോലെയാകും. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു.
കുഞ്ഞുങ്ങളെ, മുമ്പ് ഞാൻ ദൈവപൈതലായിരുന്നുവെന്ന് ഊറ്റം കൊള്ളരുത്. ഇപ്പോൾ ആത്മപരിശോധന ചെയ്തിട്ട് പറയണം, ഞാനിപ്പോൾ ദൈവപൈതലാണ്. ചോദ്യം, ആരാണ് ദൈവമക്കൾ? യോഹന്നാൻ 1:12 നമുക്കറിയാം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശുവിനെ കൈക്കൊണ്ടവരാണ്, യേശുവിൽ വിശ്വസിച്ചവരാണ്, ദൈവിക പുത്രത്വം പ്രാപിച്ചവരാണ് ദൈവമക്കൾ. ഈ അനുഗ്രഹീത പദവിയിലേക്ക് വന്ന ദൈവകുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഒരു കാര്യം ദൈവമക്കൾ ശ്രദ്ധിക്കണം, നാം കർത്താവിനെ കൈക്കൊണ്ടത് ശരിയാണ്, എന്നാൽ ദൈവം നമ്മെ കൈക്കൊണ്ടോ എന്നും കൂടെ അറിയണം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 6:16, അതെ 17-18 വാക്യം ഒന്ന് നോക്കൂ. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ, അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. സ്തോത്രം. യേശുവിനെ കൊണ്ടവൻ പാപത്തോട്, അശുദ്ധിയോട്, അനീതിയോട്, വിഗ്രഹാരാധനയോട് വേർപാട് പാലിക്കണം. ഇതൊക്കെ പിന്തുടർന്നവരുടെ നടുവിലിരിക്കരുത്, വേർപെട്ടിരിക്കണം. ക്രിസ്തുവിനെ കൈക്കൊണ്ടവൻ വേർപാട് പാലിക്കണം. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നാം യേശുവിനെ കൈക്കൊണ്ടെന്നുള്ളത് വാസ്തവമാണ്. അത് ചെറിയ കാര്യമല്ല. ദൈവമക്കൾ എന്ന പദവിയിലേക്ക് ചുവടുവെക്കാനുള്ള ആദ്യപടിയാണ്. അവനോട് സദൃശന്മാരായി തീരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യാതൊരു അശുദ്ധിയും തൊടാതെ സകല പാപത്തിൽ നിന്നും വേർപാട് പാലിക്കണം. അപ്പോൾ ദൈവം നമ്മെ കൈക്കൊണ്ട് പുത്രന്മാരും പുത്രിമാരുമാക്കുന്നു. ദൈവിക പുത്രത്വം എന്ന പദവിയിലേക്ക് സ്വീകരിക്കുന്നു. ദൈവത്തിന് മഹത്വം. ആരാണ് ദൈവമക്കൾ? കർത്താവ് പറയുന്നു, മത്തായി 5:9, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാൻ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. കുടുംബത്തിലും കൂട്ടായ്മയിലും സമാധാനക്കേടുണ്ടാക്കുന്നവന് എത്ര വെളിപ്പാടുണ്ടെന്ന് പറഞ്ഞാലും കർത്താവ് പറയും, നീ പുത്രത്വം പ്രാപിച്ചിട്ടില്ല, ദൈവമകൻ എന്നുള്ള പദവി പ്രാപിച്ചിട്ടില്ല. സമാധാനമുണ്ടാക്കാത്തവർ ആരായാലും ദൈവമക്കളല്ല. സമാധാനം നഷ്ടപ്പെടുത്തുന്നവർ ദൈവമക്കളല്ലവേ അല്ല. പ്രിയമുള്ളവരെ, സമാധാനം എന്ന വാക്കിന് ശരിയായൊരു ഡെഫിനിഷൻ കാണുന്നത് യോഹന്നാൻ 14:27 യേശു പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനം പ്രതിസന്ധികളുടെ മുമ്പിൽ തകർന്നു വീഴുമ്പോൾ കർത്താവ് തരുന്ന സമാധാനം നിലനിൽക്കുന്നതാണ്. ഇതിന്റെ 30-ാം വാക്യം ശ്രദ്ധിക്കണം. യഥാർത്ഥ സമാധാനം എന്താണെന്ന് അവിടെയാണ് കർത്താവ് പറയുന്നത്. ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് ഞാനുമായിട്ടൊരു കാര്യവുമില്ല. ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാച് അവകാശം പറയുന്നത് ഒന്നും എന്റെ ജീവിതത്തിൽ ഇല്ലെന്നുള്ള ബോധ്യമാണ് ദൈവത്തോടുള്ള സമാധാനം. പിശാചിന്റെ സ്വത്തൊന്നും എന്റെ പക്കലില്ല. പിശാച് ഇഷ്ടപ്പെടുന്ന ഒരു വാക്കും എന്റെ നാവിലില്ല. പിശാച് ആധിപത്യം പുലർത്താൻ സാധ്യതയുള്ള ഒരു കാഴ്ച എന്റെ കണ്ണിലില്ല. പിശാചിന്റെ സ്വത്തൊന്നും എന്റെ ഹൃദയത്തിലില്ല. ഈ ബോധ്യമാണ് സമാധാനം. അങ്ങനെയെങ്കിൽ റോമർ 16:20, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താന് നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. പിശാചിനെ വലുതായി കാണാതെ, അവന്റെ പ്രവൃത്തികളെ പർവ്വതീകരിച്ചു പറയാതെ നിന്റെ കാൽ കീഴിൽ മെതിക്കുന്ന അനുഭവമാണ് ദൈവം നൽകുന്ന സമാധാനം. പ്രശ്നങ്ങൾ എന്റെ തലയ്ക്ക് മുകളിലല്ല, കാൽ കീഴിൽ മരിച്ചു കളയാൻ സഹായിക്കുന്ന ദൈവം. കുഞ്ഞെ, നാളുകളായി നിന്റെ ജീവിതത്തെ ഗ്രസിച്ചിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ നിന്റെ കാൽ കീഴെ മരിച്ചു കളയുവാൻ ശക്തി പകരുന്ന ദൈവം നിനക്കായി ഇന്നും ജീവിക്കുന്നു. കർത്താവിന് മഹത്വം. നിന്റെ രോഗത്തെ, ക്ഷീണത്തെ, അപമാനത്തെ, ശാപത്തെ കാൽ കീഴിൽ മെതിച്ചു കളയുവാൻ ബലപ്പെടുത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവ പ്രവൃത്തി നീ കാണാൻ പോവുകയാണ്. നീ ഭയപ്പെട്ട എല്ലാത്തിനെയും നിന്റെ കാൽ കീഴിലാക്കി കുഞ്ഞെ കർത്താവ് നിന്നെ ആദരിക്കും. അതെ, സമാധാന പ്രഭുവിനെ ഉള്ളത്തിൽ വഹിക്കുന്ന ദൈവമക്കൾ സമാധാനമുണ്ടാക്കുന്നവരാണ്. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ആരാണ് ദൈവമക്കൾ? കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന ശ്രദ്ധിക്ക്. മത്തായി 5:44-45, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിനു തന്നെ. ഉപദ്രവിക്കുന്നവരെ നീ സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അധികവും. എന്നാൽ കർത്താവിന്റെ ആഗ്രഹം തന്റെ കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അവിടുന്ന് ക്രൂശിൽ മാതൃക കാണിച്ചു തന്നില്ലേ? നന്മ ചെയ്ത കരങ്ങളിൽ കാര്യചുംബാനുകൾ തറയ്ക്കുമ്പോഴും പുത്രൻ പ്രാർത്ഥിച്ചു, ഇവർ ചെയ്തത് ഇന്നതെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണം. പലരുടെ പ്രസംഗവും പ്രവൃത്തിയും രണ്ടായിരിക്കുമ്പോൾ യേശുവിന്റെ പ്രവൃത്തി തന്നെയായിരുന്നു അവിടുത്തെ പ്രഭാഷണവും. കഴിഞ്ഞ കാലങ്ങളിൽ അനേകർ ചെയ്തത് പൊറുക്കാനും മറക്കാനും ക്ഷമിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് ഞാൻ തീരുമാനിക്കുന്നു, ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരോട് ക്ഷമിച്ച് അവരുടെ നന്മയ്ക്കും മാനസാന്തരത്തിനുമായി പ്രാർത്ഥിക്കും. ഇങ്ങനെ തീരുമാനിക്കാൻ യഥാർത്ഥ ദൈവവൈതലിനെ കഴിയൂ.
സാധാരണയായി പുഷ്ടിപ്പെടുത്തുന്ന അനുഗ്രഹത്തിന്റെ സന്ദേശം കേൾക്കാനാ എന്നും ജനം ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധ്യം ഹൃദയത്തിൽ ഉണ്ടാകുന്ന പോലെ പുഷ്ടി, അഭിഷേകം, ആത്മീയ സന്തോഷം, അനുഗ്രഹം മറ്റൊരു വിഷയം കേൾക്കുമ്പോഴും ഉണ്ടാകരുത്, ഉണ്ടാവുകയുമില്ല. അങ്ങനെയെങ്കിൽ പുനഃപരിശോധനയ്ക്ക് തയ്യാറാകണം. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നുവോ? തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ, ന്യായമായി വിധിക്കണമെങ്കിൽ കാര്യം പരമേൽപ്പിച്ച പുത്രൻ പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. ഇതായിരിക്കണം ദൈവമക്കളുടെ മനോഭാവം. സ്തോത്രം. ആരാണ് ദൈവമക്കൾ? റോമർ 8:14. ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവമക്കൾ. സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കാതെ പരിശുദ്ധാത്മാവിന്റെ ആലോചന കേട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ് ദൈവമക്കൾ. മറ്റൊരു വ്യക്തിയിലൂടെ അല്ലാതെ പരിശുദ്ധാത്മാവ് കുഞ്ഞെ നിന്നോട് നേരിട്ട് തന്നെ സംസാരിക്കണം. അങ്ങനെ വ്യക്തിപരമായി കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നവരാണ് യഥാർത്ഥ ദൈവമക്കൾ. ദൈവാത്മാവിന്റെ നടത്തി പറയാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രിയപ്പെട്ടവരെ ശ്രേഷ്ഠമായത് ദൈവവചനത്തെ പ്രാർത്ഥനയോടെ പരിശോധിക്കുന്നതാണ്. അനേകരും വേദപുസ്തകം തുറക്കുന്നത് വാഗ്ദത്ത വചനങ്ങൾ കാണാനോ പ്രസംഗം ഉണ്ടാക്കാനോ ഒക്കെയാണ്. കുഞ്ഞെ, നാം ദൈവവചനം തുറക്കുന്നത് തിരുവെഴുത്തെന്ന കണ്ണാടിയിലൂടെ നമ്മെ കാണാനായിരിക്കണം. നമ്മുടെ മാതൃകാപുരുഷനായ ക്രിസ്തുവിനെ നോക്ക്. അവിടുന്ന് ദൈവാലയത്തിൽ ചെന്നു പുസ്തകച്ചുരുൾ കയ്യിൽ കൊടുത്തപ്പോൾ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം കണ്ടു എന്നെഴുതിയിരിക്കുന്നു. വേദപുസ്തകം വായിക്കുമ്പോൾ മറ്റുള്ളവരെ അല്ല, നമ്മെ തന്നെയാണ് കാണേണ്ടത്. കാരണം തിരുവചനം കണ്ണാടിയാണ്. പാപബോധം വരുത്തുന്ന ആലോചന ദൈവദാസം പ്രസംഗിക്കുമ്പോൾ ഇത് മറ്റുള്ളവരോടാണ് ചിന്തിക്കാതെ എന്നോടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ചിന്തിക്കുന്ന മനോഭാവം നമുക്കുണ്ടാകണം. അതേ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം തുറക്കുമ്പോൾ നമ്മെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കാണുവാൻ കഴിയണം. യേശു തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കണ്ടു, വായിച്ച ശേഷം പുസ്തകം മടക്കി കൊടുത്തു എന്ന് വായിക്കുന്നു. അങ്ങനെയെങ്കിൽ എപ്പോഴാണ് പുസ്തകം അടച്ചു വെക്കേണ്ടത്? ഓരോ ദിവസവും തിരുവെഴുത്തിലൂടെ നമ്മെ കണ്ട ശേഷം പുസ്തകം മടക്കി വെക്കണം. വചനമെന്ന കണ്ണാടിയിൽ നമ്മെ തന്നെ കണ്ട് ഭംഗി വരുത്താൻ, ക്രമീകരണം വരുത്താൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് മഹത്വം. ആരാണ് ദൈവമക്കൾ? റോമർ 8:16. നാം ദൈവമക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാട്ടുകാരും വീട്ടുകാരും സഭക്കാരും ഒറ്റക്കെട്ടായി നിനക്കെതിരെ സംസാരിച്ചാലും ദൈവത്തിന്റെ ആത്മാവ് നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയണം. നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ്. മനസ്സറിയാത്ത കുറ്റം ആരോപിച്ച് മുടക്കുകത്ത് നൽകി പരസ്യമായി ആക്ഷേപിച്ചാലും പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയണം, നീ ദൈവത്തിന്റെ പൈതലാ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പാതയിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവമക്കൾ വിളിച്ചുവെക്ക് ദൈവത്തിന്റെ ശബ്ദം വ്യക്തിപരമായി കേൾക്കണം. പ്രതീക്ഷകളെല്ലാം അസ്തമായി, അവനസ്തമിച്ചു. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ പതറി നിന്നപ്പോൾ അന്തരാത്മാവിനെ തഴുകുന്ന ദൈവശബ്ദം ആസ്വദിക്കുവാൻ, അനുഭവിച്ചറിയുവാൻ, തിരിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ച ദൈവകുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ ദാവീദിന് അനുഭവമുണ്ട്. എന്റെ മുഖമന്വേഷിപ്പീനെന്ന് നിങ്കിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു എന്നെന്റെ ഹൃദയം പറയുന്നു. സങ്കീർത്തനം 27:8. പ്രതികൂലത്തിന്റെ നടുവിൽ തളർന്ന ദാവീദ് ദൈവശബ്ദം തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. അതേ, പ്രതിസന്ധിയുടെ മുൻപിലും ദൈവശബ്ദം കേൾക്കുവാൻ, തിരിച്ചറിയുവാൻ, വിവേചിക്കുവാനുള്ള ചെവി നമുക്കുണ്ടാകണം. തൊട്ടു മുമ്പിലിരിക്കുന്നവൻ പട്ടിണിയാണെന്ന് വിവേചിക്കാൻ പലർക്കും കഴിയത്തില്ലെങ്കിലും അവരുടെ ചെവിക്ക് 15,000 വ്യത്യസ്തമായ ശബ്ദങ്ങൾ, സ്വരങ്ങൾ വിവേചിക്കാനുള്ള കഴിവുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു. നമുക്ക് പരിചയമുള്ള എത്രയോ വ്യക്തികളുണ്ട്. അവരുടെ എല്ലാം സ്വരങ്ങളും വ്യത്യസ്തമാണ്. കണ്ണടച്ചു നിന്നാലും ശബ്ദം കേൾക്കുമ്പോൾ ചെവി അത് ആരാണെന്ന് പറഞ്ഞു തരും. ആയിരക്കണക്കിന് പക്ഷികളില്ലേ, എല്ലാത്തിന്റെയും ശബ്ദം വ്യത്യസ്തമല്ലേ? ഓരോ ശബ്ദം കേൾക്കുമ്പോഴും ചെവി പറഞ്ഞു തരും അത് ഇന്ന പക്ഷിയാണ്. കണ്ടിട്ടില്ലെങ്കിലും ഒരിക്കലും കാണുന്നില്ലെങ്കിലും മൃഗങ്ങളുടെ ശബ്ദം ചെവി തിരിച്ചറിയും. മഴയുടെ ശബ്ദവും അരുവിയുടെ ശബ്ദവും കടലിന്റെ മുഴക്കവും വ്യത്യസ്തമാണെങ്കിലും ചെവി വിവേചിച്ചറിയും. റോഡിലൂടെ പോകുന്ന വാഹനം ഏതാണെന്ന് ആ ശബ്ദം കേട്ട് തിരിച്ചറിയുന്നവരില്ലേ? പക്ഷേ ദൈവശബ്ദം മാത്രം തിരിച്ചറിയുന്നില്ല. കർത്താവ് പറയുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവ ഇടയന്റെ ശബ്ദം തിരിച്ചറിയുന്നു. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നിനക്ക് കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? യെശയ്യാവുണ്ടല്ലോ, താൻ ദൈവശബ്ദം തിരിച്ചറിഞ്ഞതുകൊണ്ടാ പറഞ്ഞത്, അടിയനിതാ, അടിയനെ അയക്കണം. ഉൽപ്പത്തി 22 അബ്രഹാമേ എന്നുള്ള വിളി കേട്ടപ്പോൾ ദൈവശബ്ദം തിരിച്ചറിഞ്ഞതുകൊണ്ടാ അടിയനിതാ എന്ന് താൻ പറയുന്നത്. കല്ലേറുകൊണ്ട് കൊല്ലപ്പെടാനും ലോകാപവാദം ഉണ്ടാകാനും സാധ്യത ഉണ്ടായിട്ടും ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മറിയ പറയാൻ കാരണം ദൈവശബ്ദം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തിരുവെഴുത്ത് കയ്യിലെടുക്കുമ്പോഴൊക്കെ നാം പ്രാർത്ഥിക്കണം. ആവർത്തനം 29:3. കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും എനിക്ക് തരണം. കണ്ണുണ്ടായിട്ടും കാണാത്തവർ ദുഷ്ടലോകത്ത് നിറഞ്ഞിരിക്കുമ്പോൾ കാലത്തിന്റെ കോലാഹലത്തിന് നടുവിൽ ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്ന ചെവി എനിക്ക് തരണം.
സങ്കീർത്തനം 34:11 മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ഇതാ എന്നും കർത്താവിന് തന്റെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്. ദൈവശബ്ദം തിരിച്ചറിയാനുള്ള ചെവി എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണം. 119:18 സങ്കീർത്തനം നോക്കൂ. അതെ, ദാവീദ് പ്രാർത്ഥിക്കുന്ന, യഹോവേ തിരുവചനത്തിലെ അത്ഭുതം കാണേണ്ടതിന് എന്റെ കണ്ണ് തുറക്കണം. പുറമെയുള്ള കണ്ണല്ല, അവൻ തിരുവഴുത്തിലെ അത്ഭുതങ്ങൾ കാണാൻ ഹൃദയ കണ്ണ് തുറക്കണം, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, അകക്കണ്ണ് തുറക്കണം. ലൂക്കോസ് 24:45 തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന് വായിക്കുന്നു. ഈ 3 പ്രാർത്ഥനകൾ നമുക്കുണ്ടായിരിക്കട്ടെ. ദൈവശബ്ദം കേൾക്കാൻ എന്റെ ചെവി തുറന്നു തരണം, തിരുവഴുത്തിലെ അത്ഭുതങ്ങളെ കാണാൻ എന്റെ കണ്ണ് തുറന്നു തരണം, തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് എന്റെ ബുദ്ധിയെ തുറന്നു തരണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആരാണ് ദൈവമക്കളെന്ന് പരിശുദ്ധാത്മാവ് തിരുവഴുത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. ഇനി നമ്മെ ദൈവമക്കളാക്കാൻ പിതാവ് നൽകിയ മുതൽ മുടക്ക് മനസ്സിലാക്കണം. കണ്ണീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ഓമനപുത്രനെ തന്നു സ്നേഹിച്ചു, തന്റെ ഏകജാതനായ പുത്രനെ തകർത്തുകളെ എന്തൊക്കെവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. 2:4 കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. എന്താ മഹാസ്നേഹം? കാൽവറി ക്രൂശിൽ പുത്രനെ നമുക്ക് പകരമായി തകർത്തു കളഞ്ഞതാണ് മഹാസ്നേഹം. ആമേൻ, ഹല്ലേലൂയ. എന്തിനാ തകർത്തു കളഞ്ഞത്? നിന്റെ പാപത്തിൽ നിന്നെ രക്ഷിക്കാൻ. സങ്കീർത്തനക്കാരൻ പറയും 103:12 ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ എന്റെ ലംഘനങ്ങളെ എന്നോട് അകറ്റിയിരിക്കുന്നു. ഉദയവും അസ്തമയവും തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടാത്തതുപോലെ ക്രൂശിന്റെ ചുമട്ടിൽ മുട്ടുകുത്തിയവനെ, നിന്റെ പാപം ഒരിക്കലും ഇനി നിന്നെ എത്തിപ്പിടിക്കയില്ല. പാപം നിന്നെ കണ്ടുമുട്ടാതെ വണ്ണം പാപത്തെ നിന്നിൽ നിന്ന് അകറ്റിക്കളഞ്ഞ ദൈവസ്നേഹത്തിന്റെ ആഴവും ഉയരവും വീതിയും നീളവും എത്ര ഉന്നതമാണെന്നോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. യെശയ്യാവ് 44:22 അവൻ കാർമുകിലിനെ പോലെ എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഇതാ മക്കളെ ദൈവസ്നേഹത്തിന്റെ ഉയരം. ഇപ്പോൾ തകർത്തു പെയ്യും ഒഴുക്കിക്കളയുമെന്ന മട്ടിൽ ആകാശത്ത് നിറഞ്ഞു നിന്ന കാർമേഘങ്ങളെ കാറ്റ് തുടച്ചു മാറ്റുന്നത് പോലെ എന്റെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞതാണ് ദൈവസ്നേഹത്തിന്റെ ഉയരം. മീഖ 7:19 ദൈവസ്നേഹത്തിന്റെ ആഴം നോക്കുക. എന്റെ പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളഞ്ഞു, ഒരു പിശാചിനും പൊക്കിയെടുക്കാൻ കഴിയാത്ത വിധത്തിൽ എന്റെ പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴത്തിൽ കുഴിച്ചു മൂടി. ഇതാ ദൈവസ്നേഹത്തിന്റെ ആഴം. മക്കളെ, ചെങ്കടൽ മുറിക്കാൻ ദൈവത്തിന് 5 പൈസ ചെലവില്ലായിരുന്നു. പച്ചവെള്ളം വീഞ്ഞാക്കാൻ എന്റെ കർത്താവിന് 1/2 പൈസ ചെലവില്ലായിരുന്നു. എന്നാൽ എന്നെയും നിന്നെയും വീണ്ടെടുക്കാൻ സ്വർഗം വില കൊടുക്കേണ്ടി വന്നത് സ്വന്തം പുത്രനെയാണ്. അതുകൊണ്ട് കുഞ്ഞേ, നീ അത് വീണ്ടെടുപ്പ് ചെറുതായി കാണരുത്, രക്ഷ അവഗണിക്കരുത്. അത് ലോകം നിന്നെ വിലയില്ലാത്തവനെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ, ദൈവമക്കൾ വിലയേറിയവരാണ്. പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കാനിട വരരുത്. അവൻ നിമിത്തം ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിലെ നേട്ടങ്ങളെ ചപ്പും ചവറുമായി എണ്ണാൻ എന്നെ പ്രാപ്തനാക്കിയത് ക്രിസ്തുവിന്റെ ക്രൂശാണ്. ദൂതന്മാരുടെ ആരാധനാ വിഷയമായ ദൈവപുത്രൻ, ശാരോനിലെ പനിനീർ പുഷ്പം പോലെ മനോഹരനായവൻ, 10,000 പരമസുന്ദരനായവൻ, കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപനായത് എന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു, എന്റെ ശിക്ഷയേറ്റെടുക്കുകയായിരുന്നു. സമ്മതിച്ച് യേശുവിനെ രക്ഷിതാവും കർത്താവും ദൈവവുമായി അംഗീകരിക്കുക, കർത്താവിനെ കൈക്കൊള്ളുക, അവൻ നിന്നെയും കൈക്കൊള്ളും. ദൈവമക്കളെന്ന പദവി, ദൈവിക പുത്രത്വം, അല്ലെങ്കിൽ ആ നല്ല പദവി, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, എന്റെ പ്രിയപ്പെട്ടവർക്ക് നൽകി സ്വർഗം നിങ്ങളെ മാനിക്കും. ദൈവമക്കളെ, നാം ഈ ലോകത്ത് ജീവിക്കുന്നെങ്കിലും ലോകക്കാരല്ലെന്നുള്ള ഓർമ്മ വേണം കേട്ടോ. നല്ല വീട് വെച്ചുകൊള്ളുക, പക്ഷെ മണ്ണിലെ വെക്കാവൂ, മനസ്സിൽ വെക്കരുത്. ദൈവം തരുന്ന പണം സ്വന്തം ആവശ്യത്തിനും മറ്റുള്ളവരെ സഹായിച്ചതിനു ശേഷമുള്ളത് സ്വരൂപിച്ചുകൊള്ളുക, എങ്കിലും ഹൃദയത്തിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. നിത്യകൂടാരത്തിൽ പ്രതീക്ഷ നിറഞ്ഞ ഹൃദയമുള്ളവർ അവരാണ് ദൈവത്തിന്റെ മക്കൾ. കണ്ണീൻ നാം ദൈവമക്കളാകുന്നു, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ദൈവമക്കളെന്ന പുത്രത്വം, സ്വർഗീയ പൗരത്വം പ്രാപിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾ അറിയിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് ഹല്ലേലൂയ ഇടതടവില്ലാതെ എളിവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന എളിവനും വലിയ അനുഗ്രഹവും നന്മയും പ്രദാനം ചെയ്യുന്നുണ്ട്. കർത്താവിന്റെ വേലയിൽ ഹല്ലേലൂയ തുടരുവാൻ, ബലഹീനതയുടെ നടുവിലും യേശുവിന്റെ വചനം പ്രസംഗിക്കുവാൻ കർത്താവിനെ പ്രാർത്ഥനാക്കുന്നത് ദൈവകുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയാണ്, ദൈവത്തിന്റെ കൃപയാണ്. വീണ്ടും പ്രാർത്ഥനയെ ആവശ്യപ്പെടുന്നു. ഒരിക്കൽ കൂടി കർത്താവിന്റെ വചനം കൊണ്ട് പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ അനുവദിച്ച ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്. പ്രിയപ്പെട്ടവരുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഓർത്താലും നിങ്ങളുടെ അലട്ടുന്ന വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി അറിയിക്കുക.
വിളിക്കാം. നമ്പർ ഞാൻ ഓർപ്പിക്കുന്നു, 9072141834. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9072140929. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ, ദൈവം അനുവദിച്ചാൽ അടുത്ത ദിനങ്ങളിലൊക്കെ നമുക്ക് തിരുവചന ധ്യാനത്തിനായി